ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പലകാലം ദൈവം തമ്പുരാൻ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തന്ന തിരുവചനം 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 11-ാമത്തെ വചനം നമുക്ക് വായിക്കാം. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ പിതാവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷകനെ നമ്മുടെ അടുത്ത് വരുവാൻ ഇടയാക്കുന്നത് ദൈവമാണ്. ഒരു സുവിശേഷകൻ നമ്മുടെ വീട്ടിലോ സഭയിലോ വരുന്നത് ദൈവ നിയോഗമാണ് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വീട്ടിൽ വരുന്ന ഒരു വ്യക്തി പോലും സുവിശേഷം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. കുറേ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞ് സുഖാന്വേഷണമൊക്കെ നടത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ച് കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോകുന്നവരാണ് ഇന്നുള്ള സുവിശേഷകർ. പൗലോസ്ലീഹായെ പോലെയുള്ള സുവിശേഷകരെ ഇന്ന് കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി വീടുകളിൽ വരുന്ന ഒരു സുവിശേഷകൻ അത് ദൈവം അയച്ചിട്ടാണ് വരുന്നത്. പൈസ വാങ്ങുവാൻ വേണ്ടി മാത്രം വരുന്ന സുവിശേഷകൻ തൻ്റെ സ്വയം ഇഷ്ടത്താൽ ഇറങ്ങിത്തിരിക്കുന്നതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സുവിശേഷകന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവം അയച്ചതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ എനിക്കും നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ആമേൻ.